ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് സെഷൻ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. 2023-24 കാലഘട്ടത്തിലെ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ടാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തേതിൽ കുറച്ച് പുരസ്കാരങ്ങളാണ് പറയുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി ഓടക്കുഴ പുരസ്കാരം വരെ നമ്മൾ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, 2023-24 കാര്യങ്ങളാണ് പറയുന്നത്. പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ആദ്യത്തേത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2023. അപ്പോൾ ഞാനിവിടെ ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ നീട്ടി വിളിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഷോർട്ടായിട്ടുള്ള കാര്യമാണ്. മലയാളം ഭാഷയ്ക്കുള്ള C എന്ന് പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് EV രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. ഓക്കെ, അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതാണ് അല്ലേ, മലയാള ഭാഷയ്ക്കുള്ള എന്ന് പറയുമ്പോൾ മലയാളം സംസാരിക്കുന്ന രാമകൃഷ്ണനോട് മലയാളം പേരല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, മലയാള ഭാഷയ്ക്കുള്ള എന്നല്ല, മലയാള ഭാഷയൊക്കെ സംസാരിക്കുന്നത് ഇവിടെയാണ്, മലയാള ഭാഷ സംസാരിക്കുന്നവരുള്ളത് ഇവിടെയാണ്. EV രാമകൃഷ്ണൻ എന്ന് കണക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കൃതി മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു ദേശം മൊത്തം മലയാള ഭാഷ സംസാരിക്കും, അത് ഇവിടെയാണ് എന്ന് ആലോചിച്ചാൽ മതി. ഒരു ദേശം മൊത്തം മലയാള ഭാഷ സംസാരിക്കും, ഇവിടെയാണ് എന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് ആ മൊത്തമായിട്ട് കണക്ട് ചെയ്യാലോ. മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 ലഭിച്ചത് EV രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക്. ഓക്കെ, നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് മലയാളത്തിനാണ്. ഓക്കെ, ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ ആദ്യം പറയുന്ന 4 കാര്യങ്ങളും മലയാളത്തിന് കിട്ടിയതാണ്. അതിനുശേഷം പറയുന്ന 2 കാര്യങ്ങൾ മാത്രമാണ് ഇംഗ്ലീഷിന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്ന 4 എണ്ണം മലയാളത്തിൽ, നെക്സ്റ്റ് പറയുന്ന 2 എണ്ണം ഇംഗ്ലീഷ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് പോയ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, മലയാള ഭാഷയ്ക്കുള്ള പറഞ്ഞു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് പ്രിയ AS ആണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക്. ഓക്കെ, ഒന്നുകൂടി പറയാം, കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് പ്രിയ AS ആണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ബാലസാഹിത്യ പുരസ്കാരമാണല്ലോ, അപ്പോൾ ബാലെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ബാലന്മാരെല്ലാവർക്കും പ്രിയാണല്ലോ, പ്രിയ AS. അപ്പോൾ ഈ ബാലന്മാരെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണല്ലോ, അപ്പോൾ കുഞ്ഞിതളുകൾ. ഓക്കെ ആണോ? കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് പ്രിയ AS, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അപ്പോൾ ഇത് 2018 വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കിയിട്ടുണ്ടാക്കിയ ഒരു പുസ്തകമാണ്. 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ജ്ഞാനേഷ് പുത്തൂർ, അച്ഛൻ്റെ അലമാര. കവിതയാണ് അച്ഛൻ്റെ അലമാര എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ജ്ഞാനേഷ് പുത്തൂർ, അച്ഛൻ്റെ അലമാര. അതങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? യുവ പുരസ്കാരമാണല്ലോ. യുവ എന്ന് പറയുന്നത് എന്താണ്? യുവ നടൻ, യുവ കഥാകാരൻ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ യുവ എന്ന് പറയുന്നത് പുതിയത്, പുത്തൻ. അപ്പോൾ പുത്തൂരുമായിട്ട് കണക്ട് ചെയ്യാലോ, ജ്ഞാനേഷ് പുത്തൂർ. അപ്പോൾ പുത്തൂർ പറഞ്ഞാൽ എന്താണ്? പുത്തനല്ലേ നമ്മൾ കണക്ട് ചെയ്ത്. അപ്പോൾ പുത്തൻ അലമാരയാണെന്ന് ആലോചിച്ചാൽ മതി, പുത്തൻ അലമാര. അപ്പോൾ അച്ഛൻ്റെ അലമാരയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചത്, മലയാളത്തിൽ ലഭിച്ചത് യുവ എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ്, പുത്തനാണ്. അപ്പോൾ പുത്തൂർ, ജ്ഞാനേഷ് പുത്തൂർ. പുതിയ അലമാര എന്ന് ആലോചിച്ചാൽ അച്ഛൻ്റെ അലമാര എന്നും കിട്ടും. കവിതയാണ്. നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ വിവർത്തനം മലയാളത്തിൽ കിട്ടിയത് PK രാധാമണിയാണ്, അക്ഷരങ്ങളുടെ നിഴലിൽ. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് വിവർത്തനമാണല്ലോ. ഇതിൽ വിവർത്തനമാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വിവർത്തനം എന്ന് പറയുമ്പോൾ ഒരു മണി അടിച്ചതിന് ശേഷം വിവർത്തനം ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ കണക്ട് ചെയ്യുക. ഒരു ബെല്ലടിച്ചതിന് ശേഷം മാത്രം വിവർത്തനം എന്നില്ല, ഒരു പീരീഡൊക്കെ ഉണ്ടാവില്ല. അതുപോലെ ഒരു ബെല്ലടിച്ചതിന് ശേഷം അടുത്ത പീരീഡ് എന്ന് പറയുന്നവർ ഒരു ബെല്ലടിച്ചതിന് ശേഷം വിവർത്തനം ചെയ്യുക.
അതൊന്ന് ചിന്തിക്കുക. അപ്പോൾ വിവർത്തനം ചെയ്യുന്നത് എന്താണ്? അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളുടെ നിഴലിൽ. അപ്പോൾ കേന്ദ്ര സാഹിത്യ വിവർത്തനം മലയാളത്തിന് ലഭിച്ചത് PK രാധാമണിയാണ്. അക്ഷരങ്ങളുടെ നിഴലിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ പറഞ്ഞത് മലയാളത്തിനാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന 2 കാര്യങ്ങൾ ഇംഗ്ലീഷിന് കിട്ടിയതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇംഗ്ലീഷ് ബാലസാഹിത്യത്തിന് കിട്ടിയത് സുധാമൂർത്തി. ഇംഗ്ലീഷ് യുവ പുരസ്കാരം ലഭിച്ചത് അനിരുദ്ധ് കനിസേറ്റി. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ആണല്ലോ, ഇംഗ്ലീഷ് പഠിക്കുന്ന ബാലന്മാർ സാധുക്കളാണെന്ന് ആലോചിച്ചാൽ മതി. ഇംഗ്ലീഷ് ബാലസാഹിത്യത്തിന് കിട്ടിയത് സുധാ സാധു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം ഇംഗ്ലീഷ് ബാലസാഹിത്യത്തിന് കിട്ടിയത് ഇംഗ്ലീഷ് പഠിക്കുന്ന ബാലന്മാർ സാധുക്കളാണ്. സുധാമൂർത്തി. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇംഗ്ലീഷ് യുവ പുരസ്കാരം ലഭിച്ചത് അനിരുദ്ധ് കനിസേറ്റി. യുവാക്കന്മാരെ കാണുമ്പോൾ, അല്ലെ ഇംഗ്ലീഷ് പഠിക്കുന്ന യുവാക്കന്മാരെ കാണുമ്പോൾ നമുക്ക് കനിവ് വരും. എന്നാൽ ബാലന്മാരെ കാണുമ്പം സാധുക്കളായ ബാലന്മാരെ പോലെ ഉണ്ടാവും, അല്ലെ യുവാക്കളാകുമ്പോൾ കനിവ് തോന്നുന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്ന യുവാക്കൾ എന്ന് പറയുന്നത് കനിയെ പോലെ, സിനിമ നടി കനിയില്ലേ, അപ്പോൾ കനിയെ പോലെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഭാഗം മൊത്തം കിട്ടും. ഒന്നുകൂടി പറയാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2023. മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇവിടെ ദേശത്താണ് മലയാളം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ EV രാമകൃഷ്ണൻ, മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ബാലന്മാർ എല്ലാവർക്കും പ്രിയമാണ്. പ്രിയ IAS. കുഞ്ഞുങ്ങളാണ് കുഞ്ഞിതളുകൾ. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം മലയാളം ലഭിച്ചത് യുവ ആണല്ലോ, യുവ നടന്നൊക്കെ പറയുന്നത് യുവ, പുതിയത്, പുത്തൻ, ഗ്യാനേഷ് പുത്തൂർ. അലമാരയാണ് അച്ഛൻ്റെ അലമാര കവിത. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം മലയാളത്തിന് കിട്ടിയത് വിവർത്തനം ബെല്ലടിച്ചതിന് ശേഷമാണ്, മണിയടിച്ചതിന് ശേഷമാണ്. രാധാമണി, PK രാധാമണി. അക്ഷരങ്ങളുടെ നിഴലിൽ. ഇംഗ്ലീഷ് ആകുമ്പോൾ ബാലസാഹിത്യം ആണെങ്കിൽ സാധുക്കളാണ് ബാലന്മാർ, സുധാമൂർത്തി. യുവ സാഹിത്യമാണെങ്കിൽ, യുവ പുരസ്കാരമാണെങ്കിൽ യുവാക്കന്മാരൊക്കെ കനീനെ പോലെയല്ലായിരിക്കും, കനിവുള്ളവരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, സരസ്വതി സമ്മാൻ 2023 പ്രഭാവർമ്മ രൗദ്ര സാത്വികം. 2022 ശിവശങ്കരി സൂര്യവംശം. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സരസ്വതി എന്ന് പറയുമ്പോൾ നമുക്ക് സരസ്വതി ദേവി, അല്ലെ ദൈവത്തിനുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പം ഞാനിത് ദൈവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2023 വരുമ്പോൾ പ്രഭാവർമ്മ കൃതിയാണ് രൗദ്ര സാത്വികം. അപ്പോൾ പ്രഭാവർമ്മ പറഞ്ഞാൽ സരസ്വതിക്ക് ഭയങ്കര പ്രഭയാണെന്ന് അറിയിക്കും. ദൈവത്തിനൊക്കെ ഭയങ്കര പ്രഭയായിരിക്കുമല്ലോ. അപ്പോൾ പ്രഭാവർമ്മ 2023 കാര്യമാണ് പറയുന്നത് ആദ്യം. അതിനുശേഷമാണ് 2022 പോകുന്നത്. അപ്പോൾ പ്രഭയായിരിക്കും. അപ്പോൾ ആ പ്രഭ പോയി കഴിഞ്ഞാൽ ഭയങ്കര രൗദ്രമായിരിക്കും എന്നറിയിക്കുക. ഓക്കെ, ഈ സരസ്വതിക്ക് ചിരിച്ചൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പ്രഭയായിരിക്കുമല്ലോ. അപ്പോൾ ആ പ്രഭ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രൗദ്രഭാവമായിരിക്കും എന്നറിയിക്കുക. രൗദ്ര സാത്വികം. 2022 ശിവശങ്കരി സൂര്യവംശം. ശിവനും സൂര്യനും ആലോചിക്കുക. 2022 വരുമ്പോൾ ശിവ, രണ്ട് അക്ഷരത്തിലെ ശിവ, സൂര്യ. 32ാമത്തെ അവാർഡാണ് കേട്ടോ, സരസ്വതി സമ്മാനാണ്. അതും 2022 2, 32 2 കണക്ട് ചെയ്യാലോ. ഓക്കെ, ഇതപ്പോൾ ശിവശങ്കരി സൂര്യവംശം. ശിവനൊക്കെ എന്താണ്, ശിവൻ്റെ അതേ ശക്തിയാണ് സൂര്യനെ. നോക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് 2023. സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് 2023. അതിൽ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും വൃത്തിയുള്ള നഗരം 1,00,000-ൽ കൂടുതൽ ജനസംഖ്യ ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇൻഡോറും സൂറത്തുമാണ്. സൂറത്ത് ഗുജറാത്തും ഇൻഡോറും മധ്യപ്രദേശുമാണ്. 1,00,000-ൽ കുറവാണ് ജനസംഖ്യ ഉള്ള നഗരമാണെങ്കിൽ അവിടെ സസ്വത്, മഹാരാഷ്ട്രയിലെ ഒരു നഗരമാണ് സസ്വത് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം പഠിക്കാനായിട്ടൊരു ചെറിയ കോഡുണ്ട്. ഓക്കെ, പറയാം. കോഡ് ഇതാണ്. മഹാന്മാർ ഇൻസുലിൻ കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങുമെന്ന് അറിയിക്കുക. ഓക്കെ, മഹാന്മാർ ഇൻസുലിൻ കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങും. ഓക്കെ, അപ്പോൾ കണക്ഷൻ പറയാം. ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാന്മാർ എന്നല്ലേ തുടങ്ങിയത്. അപ്പോൾ മഹാരാഷ്ട്ര. ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന് പറയുന്നത് ഇൻഡോറും സൂറത്തും. 1,00,000-ൽ കൂടുതലുള്ളതാണ്, ജനസംഖ്യ ഉള്ളതാണ് പറയുന്നത്. ഇൻഡോറും സൂറത്തും.
ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ള ഇൻസുലിൻ ആയിട്ടാണ്. ഇൻസുലിൻ രണ്ടും 1,00,000-ൽ കൂടുതൽ വരുന്ന പോപ്പുലേഷൻ വരുന്ന നഗരമാണല്ലോ പറയുന്നത്. അതാണ് എന്താ പറയുക, ഇൻസുലിൻ എന്ന് പറഞ്ഞ് ഒറ്റ ഒരു വാക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് ഇൻസുലിൻ, ഇൻഡോറും സൂറത്തും. ഓക്കെ, അപ്പോൾ അത് ഒറ്റ വാക്കാണ്. അപ്പോൾ രണ്ടും ഫസ്റ്റാണ്. 1,00,000-ൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള നഗരത്തിലെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റാണ് രണ്ടും കേട്ടോ, ഇൻഡോറും സൂറത്തും. എന്താ പറഞ്ഞത്, മഹാന്മാർ ഇൻസുലിൻ കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങും അല്ലേ. 1,00,000-ൽ കുറവ് ജനസംഖ്യയുള്ള നഗരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന് പറയുന്നത് സസ്വതാണ്. സസ്വത് മഹാരാഷ്ട്ര. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് ഇത് സ്വച്ഛ് സർവേക്ഷൺ അവാർഡുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ മഹാന്മാർ ഇൻസുലിൻ കഴിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് ഒരു വൃത്തിയുടെ സ്ഥലത്താണെന്ന് ആലോചിക്കുക. വൃത്തിയുടെ സ്ഥലത്തല്ലേ മഹാന്മാരൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ വൃത്തിയുടെ സ്ഥലത്താണെന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈ വൃത്തിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വൃത്തി, സ്വച്ഛ ഭാരത് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് 2023 കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. കോഡുകളൊന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ മതി, വളരെ സിമ്പിളായിട്ട് കിട്ടും. നെക്സ്റ്റ്, 2023 GEP ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവേണൻസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് എസ് സോമനാഥ്. 2023 GEP ഗ്ലോബൽ എനർജി പാർലമെന്റ് ഗവേണൻസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് എസ് സോമനാഥ്. 2023 വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം സോമനാഥിന് തന്നെയാണ് കിട്ടിയത്. 2023 വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം സോമനാഥ്. ഓക്കെ, ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് വിക്രം അല്ലേ. വിക്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിനിമയുടെ വിക്രം ഉണ്ടല്ലോ. അപ്പോൾ വിക്രമൻ ഭയങ്കര സോമനായ ഒരു വ്യക്തിയാണ്. ഭയങ്കര സുന്ദരനല്ലേ. അപ്പോൾ സോമസുന്ദരനായ വ്യക്തിയാണെന്ന് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥ്. ഓക്കെ, വിജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സോമനാഥ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര വിജ്ഞാനമുള്ളതാണ്, സുന്ദരനാണെന്നൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ദിലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് BR കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടി. പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടിയൊക്കെ ഇപ്പം നമ്മുടെ വിയോഗത്തിൽ ഉൾപ്പെടുത്തിയുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം ഇപ്പൊക്കെ മരിച്ചത്. അപ്പോൾ ഇനി എക്സാമുകളിലൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്, ഓൾറെഡി ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ വിയോഗങ്ങൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് അതിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളെല്ലാം പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ദിലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് BR കൃഷ്ണയ്യർ പുരസ്കാരം ആർക്കാണ്? ഉമ്മൻചാണ്ടി. നമ്മുടെ കൃഷ്ണൻ ഒക്കെ ഇല്ലേ, VR കൃഷ്ണൻ. അപ്പോൾ VR എന്ന് പറയുമ്പോൾ നമ്മൾ VR അല്ലേ, ഇംഗ്ലീഷ് ഒന്ന് എടുക്കുക. VR എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷ്ണനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മം വെക്കും എന്നാലോചിക്കുക. ഉമ്മം വെക്കും, മുത്തം വെക്കും എന്നൊക്കെ ആലോചിച്ചാൽ മതി. കൃഷ്ണനല്ലേ, കുഞ്ഞു കൃഷ്ണനൊക്കെ കണ്ടാലും ഉമ്മം വെക്കും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ VR കൃഷ്ണയ്യർ പുരസ്കാരം, കൃഷ്ണനെ കണ്ടാൽ VR നമ്മൾ എന്ത് ചെയ്യും, ഉമ്മം വെക്കും എന്ന് ആലോചിക്കുക. നെക്സ്റ്റ്, 2023 ലോക ടൂറിസം ദിനത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതാ 2023 ലോക ടൂറിസം ദിനത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ ഗോൾഡ് അവാർഡ് നേടിയത് കാന്തല്ലൂർ. ഇടുക്കി ജില്ലയിലാണ് കാന്തല്ലൂർ വരുന്നത്. 2023 ലോക ടൂറിസം ദിനത്തിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ ഗോൾഡ് അവാർഡ് നേടിയതാണ് കാന്തല്ലൂർ. അപ്പോൾ ഈ ഗോൾഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒയ്യെ പോകില്ലേ. അപ്പോൾ ഒരു കാന്തും പോലെ അതിന് ഒട്ടുന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. കാന്തല്ലൂർ ഇടുക്കി. ഓക്കെ, നെക്സ്റ്റ്, 2021-2022 വർഷത്തിൽ ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമത് വന്നത് പഞ്ചാബ്, രണ്ടാമത് കേരളം. ഇത് 2021-2022 കാലമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2021-2022 വർഷത്തിൽ ഡിജിറ്റൽ പഠനത്തിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് പഞ്ചാബും, സെക്കൻഡ് കേരളം. കേരളത്തിൻ്റെ സ്ഥാനം രണ്ടാമതാണ്. കേരളത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരള PSC അല്ലേ, അപ്പോൾ എന്തായാലും ചോദിക്കും. നെക്സ്റ്റ്, 2023 ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദി. അതെങ്ങനെ കണക്ട് ചെയ്യാം? ലോകമാന്യ തിലകല്ലേ, ലോകത്തിലൊക്കെ നല്ല മാന്യമായിട്ട് പോകുന്നത് മോദിയാണെന്ന് ആലോചിച്ചാൽ മതി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലൊക്കെ മാന്യമായിട്ട് പോകുന്നത് മോദിയാണ്. അപ്പോൾ മോദിയൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മോദിയുടെ തലയ്ക്കൊരു തലപ്പാവ് ഉണ്ടാവും, അതിലൊരു തിലകം ഉണ്ടാവും എന്നൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നരേന്ദ്രമോദിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് മികച്ച പാർലമെന്റാണ് പാർലമെന്റിനുള്ള മികച്ച പാർലമെന്റിനുള്ള സംസദ് രത്ന പുരസ്കാരം 2023 ലഭിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ്. അപ്പോൾ പാർലമെന്റിലുള്ള സംസദ് രത്ന പുരസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കി പഠിച്ചത് ചോദിച്ചാൽ മികച്ച പാർലമെന്റ് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ് ബ്രിട്ടാസ് പൊട്ടാസ് പോലെ പൊട്ടിത്തെറിക്കുന്ന പാർലമെന്റ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. മികച്ച പാർലമെന്റിലുള്ള സംസദ് രത്ന പുരസ്കാരം 2023 ലഭിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ്. പാർലമെന്റൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണ് ബ്രിട്ടാസ് പൊട്ടാസ് പോലെ. ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ജോൺ ബ്രിട്ടാസ്. മികച്ച പാർലമെന്റേറിയൻ പാർലമെന്റേറിയൻ. പാർലമെന്റ് പൊട്ടുന്നതാണ് പൊട്ടാസ് പോലെ പൊട്ടുന്നതാണ് പൊട്ടാസ് ബ്രിട്ടാസ്. സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈക്കം സത്യാഗ്രഹമൊക്കെ എവിടെയാണ് നടന്നത്? നമ്മുടെ നാട്ടിലല്ലേ നടന്നത്, കേരളത്തിലല്ലേ നടന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. നെക്സ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നേടുന്ന ആദ്യത്തെ JNK വനിത, ജമ്മു കാശ്മീർ വനിത ആലിയ മിർ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് ആണല്ലോ. വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ വൈൽഡായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മൃഗങ്ങളൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വൈൽഡായിട്ടുള്ള മൃഗം എലിയാണെന്ന് ആലോചിക്കുക. ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. എലിയാണ്, എലി, അലി ഒക്കെ ഒന്ന് ആലോചിക്കുക. അത് മുറന്ന് പറഞ്ഞ് മുരുളെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നേടുന്ന ആദ്യത്തെ JNK വനിതയാണ് ആലിയ മിർ. ആലി, എലി. നെക്സ്റ്റ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 പോകുന്നത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചോദിച്ചിട്ടുണ്ട്, അടുത്ത കാലത്ത് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കും. അതൊരു വിശിഷ്ടാംഗത്വം M ബഷീർ, N പ്രഭാകരൻ. വിശിഷ്ടാംഗത്വം M ബഷീർ, N പ്രഭാകരൻ. അവർക്ക് 50,000 രൂപയാണ് കേട്ടോ സമ്മാനം. ഞാനിത് പഠിച്ചിട്ടുള്ളത് വിശിഷ്ടാംഗത്വം എന്നാണല്ലോ. വിശിഷ്ടാംഗത്വം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വിശിഷ്ട അതിഥി വിരുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെക്കും. അതുപോലെ റൂമിലൊക്കെ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് വെക്കും, അല്ലെ ഹാളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വെക്കും എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വെക്കും, അല്ലേ, പുതിയ ബെഡ്ഷീറ്റ് വെക്കും. അതുപോലെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് വെക്കും എന്ന് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വിശിഷ്ടാംഗത്വം എന്നാണല്ലോ. വിശിഷ്ടാംഗത്വം M ബഷീർ, ബെഡ്ഷീറ്റ് ബഷീർ. അതുപോലെ ലൈറ്റ് ഇട്ട് വെക്കും, അപ്പോൾ പ്രഭാകരനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവർക്കുള്ള വിശിഷ്ടാംഗങ്ങൾക്കുള്ള പുരസ്കാരം മീൻസ് അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് കവിതയ്ക്കുള്ളത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതയ്ക്ക് ലഭിച്ചത് NG ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ഒരു കവിതയാണെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. കവിത എന്ന് പറയുമ്പോൾ ഒരു പാട്ട്, ഉണ്ണികൃഷ്ണൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ TV-യിലൊക്കെ കാണാറില്ലേ. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുക. കടലാസ് വിദ്യ. അപ്പോൾ ഈ കവിതയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള കവിതയൊക്കെ കടലാസിലാണ് എഴുതി വെക്കാൻ ആലോചിക്കുക. ഇല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക. NG എന്ന് പറയുമ്പോൾ നമുക്ക് MG ശ്രീകുമാർ ആലോചിക്കാമല്ലോ. MG ശ്രീകുമാർ, NG ഉണ്ണികൃഷ്ണനാണല്ലോ. അപ്പോൾ MG ശ്രീകുമാർ കവിതയൊക്കെ കടലാസിലൊക്കെ എഴുതി വെക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് നോവലാണ് നോവൽ വി ഷിനില സമ്പർക്ക കാന്തി. ഇത് നോവലിനെല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നോവുമായിട്ടാണ് കേട്ടോ. നോവ്, വേദന, പെയിൻ. നോവ്. അപ്പോൾ ഈ നോവൊക്കെ ഉള്ളത് ആർക്കാണ്? ലാലിനാണ്. നമ്മൾ മോഹൻലാലിലാണെന്ന് ആലോചിക്കുക. നോവൊക്കെ ഉള്ളത് നമ്മുടെ ലാലിനാണ്, മോഹൻലാലിലാണ്. അപ്പോൾ ഇത് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് വേദന എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. കാരണം നമ്മൾ അറിയാണ്ടൊക്കെ കൂട്ടിമുട്ടിയ പെട്ടെന്ന് എന്താണ് തലയൊക്കെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കില്ലേ, നോവായിരിക്കില്ല. അപ്പോൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നോവ്. ആർക്കാണ്? ലാലിനാണ് നോവ്. വി ഷിനില സമ്പർക്ക കാന്തി നോവൽ. നെക്സ്റ്റ് ചെറുകഥ PF മാത്യൂസ് മുഴക്കം. അപ്പോൾ ചെറുകഥ പറഞ്ഞാൽ ഒരു ചെറിയ കഥയാണ്. അപ്പോൾ ചെറിയ കഥ എന്നുള്ളത് ഞാൻ എടുത്തത് ചെറിയ കഷ്ണം എന്നുള്ളതാണ്. മാത്യൂസ് മത്തങ്ങയായിട്ടാണ് എടുത്തത്. അപ്പോൾ ചെറിയ കഥ മത്തങ്ങയുടെ കഥയാണ്. മുഴക്കം, അതായത് മത്തങ്ങയൊക്കെ നമ്മൾ വെട്ടുന്ന സമയത്ത് ഓരോരോ മുഴക്കം കേൾക്കാറില്ലേ, ആ ഒന്നുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ചെറുകഥ, ചെറിയ കഷ്ണം എന്ന് ആലോചിക്കുക. എന്തിൻ്റെയാണ്? മത്തങ്ങയുടെ കഷ്ണമാണ്. മുഴക്കം, അതൊക്കെ മുറിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മുഴക്കം ഉണ്ടാകുമെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് നാടകമാണ് എമിൽ മാധവി കുമാരു. നാടകം എമിൽ മാധവി കുമാരു. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.
നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാം, നാടകമല്ലേ, നാടകത്തിന് മില്ലൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിക്കാം. മില്ലില്ലേ, മില്ല് നമ്മൾ പൊടിക്കുന്നതൊക്കെ. അപ്പോൾ നാടകത്തിൽ മില്ലൊക്കെ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. വിശിഷ്ടാംഗത്വം എം ബഷീർ, ബെഡ്ഷീറ്റ്, പ്രഭാകരൻ, പ്രബലൈറ്റ്. കവിതയാകുമ്പം എം ജി ശ്രീകുമാർ, അല്ലിക്കൽ ഉണ്ണികൃഷ്ണൻ, കടലാസ് വിദ്യ. നോവലാകുമ്പോൾ നോവൽ ആർക്കാണ്? ലാലിനാണ്, മോഹൻലാലിനാണ്. സമ്പർക്കകാന്തി, സമ്പർക്കത്തിൽ വരുമ്പോൾ. ചെറുകഥ പറയുമ്പോൾ മത്തങ്ങ അല്ലേ, ചെറിയ കഷ്ണമാണ്, മത്തങ്ങൻ്റെ കഷ്ണമാണ്, മുഴക്കം ഉണ്ടാവും. നാടകം എന്ന് പറയുമ്പോൾ മില്ലൊക്കെ ഉണ്ടാവും നാടകത്തിൽ, കുമാരും. നെക്സ്റ്റ് വയലാർ അവാർഡ്. വയലാർ അവാർഡ് 2023 ഞാൻ ആദ്യം പറയുന്നത്. അതിനുശേഷം 2022. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം. ഈ കഴിഞ്ഞ ഡിഗ്രി എക്സാമിൽ ശ്രീകുമാരൻ തമ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതം ഒരു പെൻഡുലം, അത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ട് എന്തോ ചോദിച്ചതാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതെന്നോ അല്ല, അങ്ങനെ എന്തോ ചോദിച്ചതാണ്, എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. വയലാർ അവാർഡ് 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം. 2022 എസ് ഹരീഷ്, മീശ. അപ്പോൾ ഇത് പറയാനുള്ള ഒരു ചെറിയ കോഡ് എന്ന് വിചാരിച്ചാലും ശ്രദ്ധിക്കുക. വയലാർ അവാർഡ് അല്ലേ. അപ്പോൾ വയലാർ അവാർഡ് പറയുമ്പോൾ നമുക്ക് വയലെടുക്കാം. വയലില്ലേ, കണ്ടം, വയൽ. അപ്പോൾ വയൽ എന്താണ്? ഹരി. ഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച കളറാണെന്ന് വിചാരിക്കുക. പച്ച കളറ്. അപ്പോൾ പച്ച കളറിലെ വയലിൽ ഒരു തുമ്പി ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. പച്ച കളറിലൊരു വയൽ മനസ്സിൽ വരിക. ഒരു വയൽ, നല്ല പച്ച കളറിലെ വയൽ. അവിടെ എന്തുണ്ട്? ഒരു തുമ്പി ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ പച്ച കളറിലെ വയൽ എന്ന് പറയുമ്പോൾ എസ് ഹരീഷ്, ഹരി, പച്ച, ഹരിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ എസ് ഹരീഷ്, ഹരി. അപ്പോൾ 2022 ഹരീഷ് ഉള്ളത്. ഹരീഷ്. ഓക്കെ. അതിനുശേഷം എന്താ പറഞ്ഞത്? പച്ച കളറിലെ വയലിൽ ഒരു തുമ്പിയുണ്ട്. തുമ്പി, തമ്പി, ശ്രീകുമാരൻ തമ്പി. അപ്പോൾ തമ്പി, തുമ്പി. ഓക്കെ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. 2023 ഓക്കെ. ആദ്യം 2022 കോഡ് പറഞ്ഞതിന് ശേഷമാണ് 23 എത്തുന്നത്. അത് ശ്രദ്ധിക്കുക. 2022 എസ് ഹരീഷ്, ഹരി അല്ലെ, പച്ച കളറിലെ വയൽ. അതിനുശേഷം ആ വയലിൽ എന്തുണ്ട്? ഒരു തുമ്പിയുണ്ട്. അപ്പോൾ 2023 ശ്രീകുമാരൻ തുമ്പി, തമ്പി. ഇനി നമുക്ക് അവരുടെ കൃതിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ എന്നാണ്? ജീവിതം ഒരു പെൻഡുലല്ലേ. ഒരു തുമ്പി, പെൻഡുലില്ല, നമ്മുടെ ക്ലോക്കിലൊക്കെ പെൻഡുലുണ്ടല്ലോ. അപ്പോൾ പെൻഡുലത്തിൽ ഇന്ന് ഒരു തുമ്പി എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിതം ഒരു പെൻഡുലം, പെൻഡുലത്തിൽ ഇരുന്നിട്ട് ഒരു തുമ്പി ഇങ്ങനെ ആടുന്നതായിട്ടൊന്ന് മനസ്സിലൊരു ഇമേജിൻ വരിക. അപ്പോൾ ശ്രീകുമാരൻ തുമ്പി, തുമ്പി എവിടെ നിന്ന്? പെൻഡുലത്തിൽ. ജീവിതം ഒരു പെൻഡുലം. 2022 എസ് ഹരീഷാണ്. ഹരി അല്ലേ, ഹരി. പച്ച കളറുള്ള മീശ എന്ന് ആലോചിച്ചാൽ മതി. ഹരിതം ഒക്കെ നമ്മൾ കോഡ് പറഞ്ഞത് ഹരിയുമായിട്ട് കണക്ട് ചെയ്യാനല്ലേ. അപ്പോൾ ഹരീഷ്, ഹരി, പച്ച കളറുള്ള മീശയാണ് ഹരീഷിന്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. 2023 ശ്രീകുമാരൻ തമ്പിയും 2022 എസ് ഹരീഷും. ഓക്കെ. നെക്സ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2023 വസന്തൻ, 2022 സേതു, 2021 പി വത്സല, 2020 പോൾ സക്കറിയ. ഓക്കെ. അപ്പോൾ ഇതിനൊരു കണക്ഷൻ ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് അച്ഛനായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അച്ഛനാണ്, എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛനാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ പേര് വാസു എന്നാണ്. വാസു. അപ്പോൾ ഈ വാസു എന്ത് ചെയ്തു? സേതുവിന്. വാസു സ സേതു, രണ്ട് കണക്ഷൻ ഉണ്ട്. വാസു സ സേതു. വാസു സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തു. വാസു സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തു. അപ്പോൾ വാസു എന്ന് പറയുന്നത് വസന്തനാണ്. 2023. 2022 സേതു. വാസു സേതുവിന്. അപ്പോൾ ഈ സേതു രണ്ടക്ഷരാണല്ലോ. അപ്പോൾ ഇവിടെ ഫുൾ രണ്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഒന്ന് വർഷം ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാം കിട്ടും. ഓക്കെ. 2022 സേതു രണ്ടക്ഷരാണ്. 2. ഓക്കെ. 3 2 2022. അപ്പോൾ വാസു എന്ത് ചെയ്തു? സേതുവിന് വാത്സല്യത്തോടെ. ഓക്കെ. 2021 വാത്സല്യം. ഓക്കെ. 2020 കറി, വാത്സല്യത്തോടെ കറി കൊടുത്തു. ഓക്കെ. വാസു അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ പേര് വാസു എന്നാണ്. വാസു സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തു. ഓക്കെ. നെക്സ്റ്റ്, ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ്. ശൂരനായ അച്ഛനാണെന്ന് വിചാരിച്ചാൽ മതി. കുറച്ച് ശൂരനായ അച്ഛനാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപ എന്ന് ഓർത്തെടുക്കാൻ ഒരു ചെറിയ വഴിയുണ്ട്. എഴുത്തച്ഛൻ്റെ അക്ഷരങ്ങൾ നോക്കിയാൽ മതി. എഴുത്തച്ഛൻ 5 അക്ഷരങ്ങൾ അല്ലേ ഉള്ളത്. അപ്പോൾ 5 ലക്ഷമായിട്ട് കണക്ട് ചെയ്യുക.
അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2023 വസന്തനാണ്, 2022 സേതു, 2021 പി വത്സല, 2020 പോൾ സക്കറി. ആദ്യമായി കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള, ശൂരനായ അച്ഛൻ. 5 ലക്ഷം രൂപയാണ്. ഒന്നും കൂടി ആലോചിക്കുക. നെക്സ്റ്റ് പത്മപ്രഭ പുരസ്കാരം. 2023 സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് പത്മപ്രഭ പുരസ്കാരമല്ലേ, അപ്പം സുഭാഷ് ചന്ദ്രൻ. ഒന്നുകിൽ ഇങ്ങനെ ആലോചിക്കുക, പത്മം എന്ന് പറഞ്ഞ താമരയാണ്, താമരയും ചന്ദ്രനും തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു രാത്രിയിൽ താമരയും ചന്ദ്രനും തമ്മിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ ആലോചിച്ചത് പ്രഭ എന്ന് വരുമ്പോൾ എനിക്ക് ഒരു പ്രകാശമാണ് മനസ്സിൽ വരുന്നത്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഉണ്ടല്ലേ, അപ്പോൾ അതിൽ അവൻ ആ കുഴിയിൽ വീണ സമയത്ത് മുകളിൽ നിന്നൊരു പ്രഭ വരുന്നില്ലേ, അതൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അവർ ട്രിപ്പ് പോയ സമയത്ത് അവർ ചായ കുടിക്ക് ഇങ്ങനെ സംസാരിക്കുന്നില്ലേ, ദീപം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അപ്പോൾ പറയും മുകളിൽ നിന്ന് വരുന്ന ഒരു പ്രഭയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് മുകളിൽ ഭയങ്കര ഇരുട്ടാണല്ലോ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പ്രഭയും സുഭാഷും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പ്രഭ, സുഭാഷ്. പത്മപ്രഭ പുരസ്കാരം 2023 സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വള്ളത്തോൾ പുരസ്കാരം. 2019 വള്ളത്തോൾ പുരസ്കാരം അവസാനമായിട്ട് കൊടുത്തത് പോൾ സക്കറിയ. അതുകൊണ്ട് ഈ 19 ഇമ്പോർട്ടൻ്റ് ആണ്. പോൾ സക്കറിയ. ഫസ്റ്റ് കിട്ടിയത് പാലാ നാരായണൻ നായർ. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. വള്ളത്തോൾ പുരസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളം കറിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കറിയിലാക്കുമ്പോൾ വെറും വെള്ളമായിട്ട് കറിയാക്കില്ല, കുറേ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി വെള്ളം കറിയാക്കലുണ്ടെന്ന് വിചാരിക്കുക. വള്ളത്തോൾ പുരസ്കാരം. വെള്ളം കറി. പോൾ സക്കറിയ, വെള്ളം കറി. ഓക്കെ, 2019 9 പേർക്കാണ് ആക്കേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കറി ആക്കിയതെന്ന് വിചാരിക്കുക. ഓക്കെ, 9 പേർക്കാണ്, 9 പേരാണ് ഉള്ളത്, അപ്പോൾ അവർക്കൊക്കെ വേണം, അതുകൊണ്ടാണ് വെള്ളം കറി ആക്കിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2019 കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? വള്ളത്തോൾ പുരസ്കാരം 1991 ആദ്യമായി കൊടുത്തു തുടങ്ങിയത് പാലാ നാരായണൻ നായർ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ വള്ളത്തോൾ എന്ന് പറയുമ്പോൾ വെള്ളം നമുക്കൊരു വെള്ളം, അതുപോലെ ഒരു പാലമൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കാമല്ലോ. ഒരു പാലമുണ്ട്, അപ്പോൾ ആ പാലത്തിന് താഴെ കൂടെയാണ് ഈ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? ഈ വെള്ളത്തിൻ്റെ മുകളിലുള്ള പാലത്തിന് പാലാ നാരായണൻ നായർ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് കിട്ടിയ വനിതയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കിട്ടിയ വനിത ബാലാമണി അമ്മയാണ്. ഓക്കെ, അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലൊരു കുട്ടി കൂടി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, ഒരു ബാലനും കൂടി ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ബാലാമണി അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരമാണ്. 2019 9 പേർക്ക് നമ്മൾ കറി ഉണ്ടാക്കണം, വെള്ളത്തിൻ്റെ കറിയാണ് സക്കറിയ എന്നാലോചിക്കുക. ഫസ്റ്റ് കിട്ടിയത് പാലാ നാരായണൻ നായരാണ്. വെള്ളത്തിൻ്റെ മുകളിലൊരു പാലമുണ്ട്, അപ്പോൾ പാലാ നാരായണൻ നായർ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ബാലനുണ്ട് അല്ലേ, ഒരു ബാലികയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പെണ്ണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ലഭിച്ച പെണ്ണ് മീൻസ് വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മ. ഓക്കെ, ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 11,111 കേട്ടോ. 11,111. നെക്സ്റ്റ് ONV സാഹിത്യ പുരസ്കാരം. 2023 ലഭിച്ചത് സി രാധാകൃഷ്ണൻ. ONV 3 ലക്ഷം, 3 അക്ഷരമുള്ളത്, അപ്പോൾ 3 ലക്ഷം. ONV സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണനാണ് ലഭിച്ചത്. ONV 2023 ലഭിച്ചത് സി രാധാകൃഷ്ണൻ. 3 ലക്ഷം രൂപയാണെന്നും കൂടി ആലോചിച്ച് നോക്കാം. അടുത്തത് ONV യുവ സാഹിത്യ പുരസ്കാരമുണ്ട്. അത് 2023 നീതു, രാഗി എന്നിവർക്കാണ് കിട്ടിയത്. നീതു, രാഗി. ഓക്കെ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയ, സേതു, തീക്കൊടിയൻ അല്ലേ. ആദ്യം കിട്ടിയത് തീക്കൊടിയനാണ്. മാതൃഭൂമി, ഈ മാതൃഭൂമി പത്രത്തിലൊക്കെ കൊടിയൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ പോകുന്നതൊക്കെ ഒന്ന് ഫോട്ടോ ഉണ്ടെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. മാതൃഭൂമി പത്രത്തിൽ കൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് തീക്കൊടിയൻ. ഓക്കെ, സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ കാണാറില്ലേ, ഈ കൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ കാണാറില്ല, ഒന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് 2022 സേതു, 2023 സക്കറിയ. ഓക്കെ, അപ്പോൾ ഇത് ആലോചിക്കേണ്ടത് വെച്ചാൽ മാതൃഭൂമി പത്രത്തിൽ കറി മറിഞ്ഞു. ഓക്കെ, സേതുവിൻ്റെ കയ്യിൽ നിന്ന് കറി മറിഞ്ഞു എന്ന് ആലോചിക്കുക. മാതൃഭൂമി പത്രത്തിൽ സേതുവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് മറിഞ്ഞു? കറി മറിഞ്ഞു. സേതുവിൻ്റെ കയ്യിൽ നിന്ന് കറി മറിഞ്ഞു. അപ്പോൾ സേതു 2022. ഇത് സെയിം കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സേതു 2022 തന്നെയാണ് അവിടെ ഉള്ളത്, ഇവിടെ 2022 തന്നെയാണ് കേട്ടോ.
ഏത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിലും. സേതുവിന് 2022 പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2023 എന്നത് സക്കറി കറിമറിഞ്ഞു. സക്കറിയ സേതുവിൻ്റെ കയ്യിൽ നിന്ന് കറിമറിഞ്ഞു. എവിടുത്തെയാണ്? പത്രം വായിക്കുന്ന സമയത്ത്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ പത്രമൊക്കെ വായിക്കാറില്ലേ? അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് സേതുവിൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് കറിമറിഞ്ഞു മാതൃഭൂമിയിലായി എന്ന് വിചാരിക്കുക. അപ്പോൾ സേതു 2022, 2023 സക്കറിയ. ഫസ്റ്റ് വന്നത് തീക്കൊടിയൻ. ഇത് ലാസ്റ്റ് വൺ ഓടക്കുഴൽ പുരസ്കാരമാണ്. 2021 സാറ ജോസഫ്, 2022 അംബികാസുധൻ മാങ്ങാട്, 2023 PN ഗോപികൃഷ്ണൻ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഞാൻ ഓടക്കുഴൽ എന്നുള്ളത് ഒരു വടിയായിട്ടാണ്, ഒരു കെയിൻ, ഒരു വടിയായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓടക്കുഴൽ ഒരു വടി. അപ്പോൾ ഈ സാറ് വടി കൊണ്ട് അടിക്കും അല്ലേ? ഓക്കെ, സാറ് ഒറ്റൊരടി അടിക്കുള്ളൂ. ഒറ്റൊരു സാറേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റൊരടി മാത്രമേ അടിക്കുള്ളൂ. സാറ് ഒരു കയ്യിൽ അടിക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഒന്ന് വരുന്ന രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ സാറ ജോസഫ് പറയുമ്പോൾ സാറ് ഒരു കയ്യിൽ അടിക്കും. അംബികാസുധൻ മാങ്ങാട് പറഞ്ഞാൽ സുധൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം, മകൻ. ഓക്കെ, സുധൻ അവൻ്റെ പുത്രന് 2 കയ്യിലും അടിക്കും. സുധന് 2 കയ്യിലും അടിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ 2023 PN ഗോപികൃഷ്ണൻ. അപ്പോൾ സാറ ജോസഫ് 2023 സാറ് ഒറ്റ കയ്യിൽ അടിക്കും. ഒറ്റ സാറേ ഉള്ളൂ, ഒറ്റ കയ്യിൽ അടിക്കും. അംബികാസുധൻ മാങ്ങാട് പറയുമ്പോൾ സുധൻ 2 കയ്യിലും അടിക്കും. അതുപോലെ സുധൻ 2 വ്യക്തികളാണ് ഉള്ളത്. ഇപ്പോൾ 2022. നെക്സ്റ്റ് PN ഗോപികൃഷ്ണൻ എന്താണ്? 2023. ഇപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടിയ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2023 PN ഗോപികൃഷ്ണനാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 2023 PN ഗോപികൃഷ്ണൻ. അങ്ങനെ ഓടക്കുഴലും കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്തൂടെ? ഓടക്കുഴൽ കൃഷ്ണൻ 2023. 22, 21 കിട്ടിയല്ലോ. 22 വരുമ്പോൾ 2 വ്യക്തികളായിരിക്കും. അംബികയും സുധനും ഉണ്ട്. സുധൻ്റെ 2 കയ്യിലും അടിക്കുന്നു വിചാരിക്കുക. 2021 ആണെങ്കിൽ ഒറ്റ സാറേ ഇല്ല. ഇവിടെ സാറ് ഒറ്റ കയ്യിലാണ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. കോഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം 10-11 അവാർഡുകൾ, പുരസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോഡുകളും ഉണ്ട്. അപ്പോൾ കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണമല്ലോ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.